Welcome to Tasty Buds. അപ്പോൾ നമുക്കൊന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. ഞാനത് ഒരു കപ്പ് അനർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല, ഉറുമാമ്പഴം എന്ന് പറയും. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അതുപോലെ പോമഗ്രാനേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു കപ്പ് തേങ്ങ ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഞാൻ എൻ്റെ ബ്ലെൻഡറിലേക്ക്, എനിക്ക് ചമ്മന്തി അരക്കാൻ എളുപ്പം എൻ്റെ ബ്ലെൻഡറാണ്, അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉറുമാമ്പഴം ഇട്ട് കൊടുത്തു. ഉറുമാമ്പഴം എന്ന് പറഞ്ഞാൽ ഒരു കപ്പാണ്. ഞാൻ നേരത്തെ തേങ്ങ എടുത്തില്ല, അതിനൊരു കപ്പ് ഉറുമാമ്പഴം എടുത്തത്. അപ്പോൾ അതിട്ട് കൊടുത്തു. ഇനി നമുക്ക് 8 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. മധുരമുള്ള കാരണമാണ് ഞാൻ കൂടുതൽ പച്ചമുളക് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കും. ഇനി നമുക്ക് 4 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി 4 എണ്ണം. അപ്പോൾ അതിട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ കറിവേപ്പില 2 തണ്ട് അതിട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് ഒരു കപ്പ് തേങ്ങ. അപ്പോൾ തേങ്ങയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി ഞാനിത് നന്നായി ഒന്ന് അരച്ച് കൊണ്ടുവരട്ടെ, ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരട്ടെ. കാരണം ഇതിലാകുമ്പോൾ ചമ്മന്തി അരക്കാൻ നല്ല എളുപ്പമാണ്. എൻ്റെ ഒരു അടുക്കളയിൽ ഏറ്റവും വലിയ എനിക്ക് ഹെൽപ്ഫുള്ളായ ഒരു ഇതാണ് ഈ എന്താ പറയുക ചോപ്പർ എന്ന് പറയും. ചോപ്പർ അതിൽ വെച്ചിട്ടാണ് ഞാൻ ചമ്മന്തി അരക്കാറുള്ളത്. അപ്പോൾ അത് നമുക്ക് അരച്ചു കൊണ്ടുവരാം. അപ്പം ഞാനിതൊന്ന് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത്. കാരണം അതിൻ്റെ മധുരം നോക്കി ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. അത് കാരണം ഉപ്പിടാൻ ഞാൻ ലേറ്റായത്. അപ്പം ഞാൻ ഇത്ര ഉപ്പേ ഇടുന്നുള്ളൂ ഇതിന്. അപ്പോൾ ആവശ്യത്തിന് ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നുള്ളൂ ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്നുകൂടി ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കാം. അപ്പം ഞാനിത് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പം നമ്മുടെ പോമഗ്രാനേറ്റ് ചമ്മന്തി അല്ലെങ്കിൽ അനർ ചമ്മന്തി അല്ലെങ്കിൽ ഉറുമാമ്പഴ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഇത് അരയ്ക്കുമ്പോൾ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് അതിൻ്റെ നീരുണ്ടാവും. അത് കുഴപ്പമില്ല, അത് ചമ്മന്തിയെ അങ്ങനെ എഫക്റ്റ് ചെയ്യില്ല. കണ്ടോ, ഈ സൈഡിൽ വന്നിട്ടുള്ളത് അതിൻ്റെ നീരാണ്. അപ്പോൾ അത് കുഴപ്പമില്ല. എന്നാലും നമുക്ക് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണത്. അതുപോലെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.